അപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇവരെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പോൾ വല്ല ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു, വല്ല പ്രശ്നം ഉണ്ടാകുന്നു, രണ്ട് വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ നമ്മുടെ മാന്നാർ മത്തായിൽ പറയുമല്ലോ, അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന്. അതുപോലെ അയ്യോ അവര് കഴിഞ്ഞ ആഴ്ചയെ പാർട്ടിയിൽ ഇല്ലാത്തവരാണ്, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, അത് പോയെന്ന് പറയും. അത് കഴിയുമ്പം ഇപ്പോൾ SFI ഒരു പ്രശ്നത്തിൽ പെടുന്നു. അപ്പൊ പറഞ്ഞു SFI ഒരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് DYFI ഒരു പ്രശ്നത്തിൽ പെടുന്നു. അപ്പോൾ DYFI സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. പക്ഷെ CPM-ന് ഒരു പ്രശ്നം വന്നാൽ DYFIക്കോ SFIക്കോ ഇങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. അവർ ഇടപെട്ടേ പറ്റൂ, അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞേ പറ്റൂ, രക്ഷിച്ച് പിടിച്ചേ പറ്റൂ. ഇതാണ് ഞാൻ പറയുന്നത്, താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ്. ആ അവകാശമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ അങ്ങനെ നിൽക്കരുത്. വടകരയെ നമ്മൾ കടത്തനാട് എന്നുകൂടെയൊക്കെ പറയാറുണ്ട് ഈ പ്രദേശത്തെ. ശരിക്ക് കേരളം മൊത്തം ഒരു കടത്തനാട് ആയിക്കൊണ്ടിരിക്കുകയാണ്, കള്ളക്കടത്തനാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ സമയത്ത് ഇത്തരം അവസരങ്ങൾ ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കുക. ഷാഫി പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. ഞാൻ ഈ ഷാഫിയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അസൂയയോടെ അല്ലാതെ നോക്കി കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇക്കയാണ് ഷാഫിക്ക. ഒരു 80 വയസ്സായ ആളും വന്ന് ഷാഫിക്ക എന്ന് വിളിക്കുന്നു, കുഞ്ഞു പിള്ളേരും വന്ന് ഷാഫിക്ക എന്ന് വിളിക്കുന്നു. എല്ലാവരുടെയും ഇക്കയായ ഷാഫി ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ എല്ലാ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ ഷാഫി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുമെന്ന്. പറ്റുന്നതെല്ലാം ചെയ്താൽ പോലും നിങ്ങളെ കാണിക്കുന്ന സ്നേഹത്തിന് പകരമാവില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട്.